Hi friends, today we are going to discuss our second module in DHS, which is design of irrigation canals. Okay, so first we can check our syllabus. In our syllabus we have to study irrigation canals, canal alignment, cross-section of unlined canals, design of canals through alluvial soils, Kennedy's theory and Lacey's theory. These are the two theories which we have to study in this module. So obviously we have to compare these two theories. That is, we have to study the comparison also. Then cross drainage works, types, selection of suitable type and type of aqueduct. Aqueduct, it is a type of cross drainage work. Then regulation works, canal faults, necessity of canal faults and classification of canal faults, and last is canal regulators, that is head regulators and cross regulators. This is our syllabus for the second module. So first we in this video we are going to discuss canal alignment and classification of canals, which is two previous questions for 5 marks. So first of all we can check what are the points to be considered while selecting the alignment of canal. So when we are looking for the points remembered while selecting canal alignment, നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കനാൽ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കനാൽ യൂസ് ചെയ്ത് നമുക്ക് മാക്സിമം ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ കൾട്ടിവേഷൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഏരിയ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കനാൽ ഡിസൈനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കനാൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാക്സിമം ഏരിയ കവർ ചെയ്യുന്നത് വിത്ത് ഷോർട്ടസ്റ്റ് പോസിബിൾ ലെങ്ത്തും ആയിരിക്കണം. ഓക്കെ, അല്ലാണ്ട് ഒരുപാട് ലെങ്ത്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടല്ല നമ്മുടെ ആ ഒരു മാക്സിമം ഏരിയ കവർ ചെയ്യേണ്ടത്. ഷോർട്ടസ്റ്റ് പോസിബിൾ ലെങ്ത് യൂസ് ചെയ്ത് മാക്സിമം ഏരിയ കവർ ചെയ്യുന്ന രീതിക്ക് വേണം ആ ഒരു അലൈൻമെൻറ്റ് ഡിസൈൻ ചെയ്യാൻ. ദെൻ അതുപോലെ തന്നെ ഈ ഒരു കനാലിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ഉണ്ട്. ആ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ആൻഡ് ദെയർബൈ വി ക്യാൻ റെഡ്യൂസ് ദി കോസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി കനാൽ. ഈ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ കൺസ്ട്രക്ഷൻ വഴി ഉണ്ടാകാവുന്ന ആ ഒരു കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് മിനിമം നമ്പർ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആയിരിക്കണം നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കനാലിൽ നിന്നുണ്ടാകാവുന്ന ലോസസ് മിനിമം ആയിരിക്കണം. അതായത് ഫ്രിക്ഷണൽ ലോസ് വരാം, അതുപോലെ തന്നെ സീപ്പേജ് ലോസസ്, ഇവാപറേഷൻ ലോസസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസസ് ഉണ്ടാവാം ഒരു കനാലാവുമ്പം. സോ ഈ ലോസസ് എന്ന് പറയുന്നത് മിനിമം ആവുന്ന രീതിയിൽ വേണം ഈ ഒരു കനാലിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കനാൽ അലൈൻമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഷുഡ് അവോയ്ഡ് വില്ലേജസ്, റോഡ്സ്, കാർ ട്രാക്സ്, അതുപോലെ ക്രിമേഷൻ പ്ലേസസ്, വർഷിപ്പ് പ്ലേസസ്, വാല്യൂബിൾ പ്രോപ്പർട്ടീസ് എക്സെട്ര. ഓക്കെ, നമ്മുടെ വർഷിപ്പ് പ്ലേസസ്, അതുപോലെ തന്നെ സെമിത്തേരി, ദെൻ വില്ലേജസ്, റോഡ്സ്, പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ നമ്മൾ ഈ ഒരു കനാൽ അലൈൻമെൻറ്റ് ചൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഒഴിവാക്കിയിട്ട് റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ വില്ലേജസ്, വർഷിപ്പ് പ്ലേസസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന രീതിക്ക് വേണം നമ്മൾ ആ ഒരു സൈറ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നത്, നമ്മുടെ ഈ ഒരു കനാൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ ഇൻക്ലൂഡ് ആവുന്ന ഫില്ലിങ്ങിൻ്റെയും അതുപോലെ തന്നെ കട്ടിങ്ങിൻ്റെയും, ഇത് രണ്ടിൻ്റെയും എമൗണ്ട് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എമൗണ്ട് ഓഫ് എർത്ത് വർക്ക് ഡ്യൂറിങ് ഫില്ലിങ്ങും അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് എർത്ത് വർക്ക് ഡ്യൂറിങ് കട്ടിങ്ങും, ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇഫ് സപ്പോസ് നമ്മുടെ എമൗണ്ട് ഓഫ് എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് എർത്ത് വർക്ക് ഇൻ കട്ടിങ്ങിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എർത്ത് മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും. സോ ദാറ്റ് നമുക്കത് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യം വരും. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. മാക്സിമം ഈ കട്ടിങ്ങും ഫില്ലിങ്ങും മിനിമൈസ് ചെയ്യാൻ നോക്കുക. ആൻഡ് പറ്റുന്ന കേസിലെല്ലാം തന്നെ ഇത് രണ്ടും നമുക്ക് ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകാൻ പറ്റണം. സോ ദാറ്റ് കട്ടിങ്ങിൽ കിട്ടുന്ന എർത്ത് വർക്ക് യൂസ് ചെയ്ത് നമുക്ക് ഫില്ലിംഗ് വർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിക്ക് അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യണം, പ്രൊസീഡ് ചെയ്യണം. ഓക്കെ, ഒരു കാരണവശാലും ഇത് രണ്ടും ഡിഫറൻറ്റ് വാല്യൂസിൽ വരാതിരിക്കാനാണ് മാക്സിമം നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ഷുഡ് ഇൻവോൾവ് മിനിമം കട്ടിങ് ആൻഡ് ഫില്ലിംഗ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു കനാൽ അലൈൻമെൻറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ കനാൽ അലൈൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് വാട്ട് ആർ ദി ജനറൽ കൺസിഡറേഷൻസ് വൈൽ ഡൂയിങ് കനാൽ അലൈൻമെൻറ്റ്, അത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദിസ് ഈസ് ദി ഫസ്റ്റ് പോർഷൻ. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി കനാൽ എന്ന് പറയുന്നത്. അതും 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു ഡിസ്കസ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കനാൽസ്. ഓക്കെ,
സോ ഇതിലിപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള ഒരു 5 ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് അതിനെപ്പറ്റി ഷോർട്ട് നോട്ട്സ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇഫ് യു വാണ്ട് മോർ ഡീറ്റെയിൽസ് യു ക്യാൻ റെഫർ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ബൈ BC പുന്മിയ. സോ ആ ഒരു BC പുന്മിയയുടെ ടെക്സ്റ്റിൽ നിന്നുള്ള പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് കനാലിൻ്റെ ഒരു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഇതിലിപ്പോൾ ഞാൻ 5 ക്ലാസിഫിക്കേഷൻ ബേസാണ് പറഞ്ഞിരിക്കുന്നത്. സച്ച് ആസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് സപ്ലൈ, അതുപോലെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ ഔട്ട്പുട്ട്, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫംഗ്ഷൻ ഓഫ് കനാൽ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ബൗണ്ടറി സർഫസ് ഓഫ് ദി കനാൽ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ്. ഓക്കെ, ഇത്രയും മാത്രമല്ല വേറെയും പല രീതിക്ക് നിങ്ങൾക്ക് കനാൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 എണ്ണത്തിനെ പറ്റി മാത്രം മെൻഷൻ ചെയ്തിരിക്കുന്നു. സോ ഇത് ഓരോന്നും എങ്ങനെയൊക്കെയാണ് കനാലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് സപ്ലൈ. കനാലിലേക്കുള്ള വാട്ടറിൻ്റെ സപ്ലൈയുടെ സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് 2 കനാൽസിനെ ക്ലാസിഫൈ ചെയ്യാം, സച്ച് ആസ് പെർമനൻറ്റ് കനാൽ ആൻഡ് ഇനൻഡേഷൻ കനാൽ. ഓക്കെ, സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ പെർമനൻറ്റ് കനാൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പെരിനിയൽ കനാൽ. പെർമനൻറ്റ് കനാൽ ഈസ് ഓൾസോ നോൺ ആസ് പെരിനിയൽ കനാൽ. സോ ആ പെർമനൻറ്റ് എന്നുള്ളൊരു വേർഡിൽ നിന്ന് തന്നെ കിട്ടും. സോഴ്സ് ഓഫ് സപ്ലൈ ബേസിസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സോ പെർമനൻറ്റ് എന്നുള്ള ആ വേർഡിൽ നിന്ന് തന്നെ പറയാൻ പറ്റും, സച്ച് ആസ് ദിസ് കനാൽ വിൽ ഒബ്വിയസ്ലി it will get a permanent source of supply. Okay, throughout the year ഈ ഒരു കനാലിലേക്കുള്ള വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് പെർമനൻറ്റ് കനാൽ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ റെഗുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സപ്ലൈസിന് വേണ്ടിയിട്ട് മേസൺട്രി വർക്ക്സ്, പെർമനൻറ്റ് മേസൺട്രി വർക്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനെ പെരിനിയൽ കനാൽ എന്നും, ദിസ് കനാൽ പെർമനൻറ്റ് കനാൽ ഈസ് ഓൾസോ നോൺ ആസ് പെരിനിയൽ കനാൽ ബിക്കോസ് ചില കേസസിൽ പെരിനിയൽ റിവേഴ്സിൽ നിന്നായിരിക്കും ഈ ഒരു കനാലിലേക്കുള്ള വാട്ടർ സപ്ലൈ കിട്ടുന്നത്. ആൻഡ് ഇൻ സച്ച് കേസസ് പെരിനിയൽ കനാൽ എന്നും ഇതിനെ അറിയാറുണ്ട്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ടൈപ്പ്, പെർമനൻറ്റ് കനാൽ ഓർ പെരിനിയൽ കനാൽ. ഓക്കെ, സോ പെർമനൻറ്റ് സോഴ്സ് ഓഫ് സപ്ലൈ ഉണ്ടായിരിക്കും ത്രൂ ഔട്ട് ദി ഇയർ. ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പെർമനൻറ്റ് മേസൺട്രി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റെഗുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സപ്ലൈസിന് വേണ്ടിയിട്ട്. ആൻഡ് പെരിനിയൽ റിവേഴ്സ് ആണ് സോഴ്സ് ഓഫ് സപ്ലൈ എന്നുണ്ടെങ്കിൽ ഇതിനെ പെരിനിയൽ കനാൽ എന്നും പറയാറുണ്ട്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇനൻഡേഷൻ കനാലാണ്. ഇനൻഡേഷൻ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും പെർമനൻറ്റ് കനാലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം എന്ത് പറയാൻ പറ്റും, പെർമനൻറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് സപ്ലൈ ഇതിന് ഉണ്ടായിരിക്കത്തില്ല, ഇനൻഡേഷൻ കനാലിന് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഏത് കേസിലാണ് അല്ലെങ്കിൽ ഏത് കണ്ടീഷൻസിലാണ് ഈ ടൈപ്പ് ഓഫ് കനാലിന് സപ്ലൈ കിട്ടുന്നത്? It draw the supplies from rivers whenever there is a high stage in the river. നമ്മുടെ ആ ഒരു റിവർ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വാട്ടർ ലെവൽ എന്ന് പറയുന്നത് മാക്സിമത്തിൽ അല്ലെങ്കിൽ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇനൻഡേഷൻ കനാൽസിന് എന്ത് കിട്ടുന്നത്, വാട്ടർ സപ്ലൈ കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇനൻഡേഷൻ കനാലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് നമ്മുടെ റിവറിലെ വാട്ടർ ലെവൽ ഹൈ ആയിരിക്കുന്ന സമയത്താണ് അതിന് എന്ത് കിട്ടുന്നത്, സപ്ലൈ കിട്ടുന്നതെന്ന് പറഞ്ഞു. സോ ഒബ്വിയസ്ലി നമുക്ക് അവിടെ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം വാട്ടറിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് കനാലിലേക്ക് വിടേണ്ട ഒരു നെസസിറ്റി അവിടെ വരുന്നില്ല. റിവറിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആ കനാലിലേക്ക് എന്ത് ചെയ്യുന്നത്, വാട്ടർ പോകുന്നത്. സോ ഡൈവേർഷൻ ഹെഡ് വർക്ക് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളവിടെ കനാൽ ഹെഡ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. കനാലിലേക്കുള്ള വാട്ടർ സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കനാൽ ഹെഡ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് ഇനൻഡേഷൻ കനാൽ. സോ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പെർമനൻറ്റ് കനാലും അതുപോലെ തന്നെ ഇനൻഡേഷൻ കനാലും സോഴ്സ് ഓഫ് സപ്ലൈ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ദെൻ ദി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫിനാൻഷ്യൽ ഔട്ട്പുട്ട് ആണ്. അതായത് ആ ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് പ്രയോജനം, അത് വെച്ചിട്ട് നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം, സച്ച് ആസ് പ്രൊഡക്റ്റീവ് കനാൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് കനാൽ. ഓക്കെ, സോ ഫിനാൻഷ്യൽ ഔട്ട്പുട്ടിൽ പ്രൊഡക്റ്റീവ് കനാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പേര് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൊഡക്റ്റീവും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവും. പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്കൊരു റവന്യൂ കിട്ടുന്ന ഒരു കനാലാണ് പ്രൊഡക്റ്റീവ് കനാൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ഏരിയയിൽ ഈ ഒരു കനാലിൻ്റെ കൺസ്ട്രക്ഷൻ വഴി നമ്മൾ അവിടുത്തെ ആ ഒരു ഏരിയ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്ത് ഏരിയ ഇറിഗേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നെറ്റ് റവന്യൂ കിട്ടുന്നു. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആ ഒരു ഏരിയയിൽ കൾട്ടിവേഷൻ ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക്സ് ചെയ്യുന്നത് വഴിയോ ഒക്കെ നമുക്ക് എന്ത് കിട്ടുന്നു, ലാഭം കിട്ടുന്നു. ഓക്കെ, നെറ്റ് റവന്യൂ കിട്ടുന്നു. അങ്ങനെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കനാൽ, അതാണ് പ്രൊഡക്റ്റീവ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് കനാൽ. സോ പ്രൊട്ടക്റ്റീവ് കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും പേരിൽ നിന്ന് തന്നെ എഴുതാം, പ്രൊട്ടക്ഷൻ പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കനാൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദാറ്റ് പ്രൊട്ടക്ഷൻ പർപ്പസസ്? എന്ത് പ്രൊട്ടക്ഷനാണ് ഈ ഒരു കനാൽ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ ചില ഏരിയാസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് സീസൺസിൽ ഇപ്പോൾ തന്നെ സമ്മർ സീസണാണ്. സോ ഈ ഒരു സമ്മർ സീസണിൽ ഭയങ്കരമായിട്ടുള്ള വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകുന്ന ഏരിയാസ് ഉണ്ട്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ല കൾട്ടിവേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറെ റവന്യൂ ബേസ് ആയിട്ടുള്ള നമുക്ക് ഹൈ റവന്യൂ കിട്ടുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആയിരിക്കും. പക്ഷേ ഒരു വാട്ടർ സ്കേഴ്സിറ്റി കാരണം ഒന്നും തന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സമ്മർ സീസണിൽ. സോ അങ്ങനെയുള്ള ഏരിയാസിൽ ആ ഒരു വാട്ടർ സ്കേഴ്സിറ്റി ഫമൈൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഒരു ഏരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കനാൽസ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയനെ ജലക്ഷാമത്തിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, അത് രക്ഷിക്കുകയാണ്, പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അങ്ങനെയുള്ള കനാൽസിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ട്, ഫിനാൻഷ്യൽ ഔട്ട്പുട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റീവ് എന്നും അതുപോലെ പ്രൊട്ടക്റ്റീവ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നു. ഒരു നെറ്റ് റവന്യൂ നമുക്ക് തരുന്ന കനാലാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റീവ് കനാലും, അതുപോലെ ഫമൈൻ പോലുള്ള ക്രൈസിസിൽ നിന്നും ഒരു ഏരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിക്കാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രൊട്ടക്റ്റീവ് കനാൽ എന്നും പറയാൻ പറ്റുന്നു. ദിസ് ഈസ് ദി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫംഗ്ഷൻ ഓഫ് ദി കനാൽ. ഓക്കെ, ഫംഗ്ഷൻ വെച്ചിട്ടുള്ള കനാലിൻ്റെ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നെക്സ്റ്റ് വരുന്നത്. ഇത് മെയിനായിട്ട് 5ആയിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇറിഗേഷൻ കനാൽ, കാരിയർ കനാൽ, ഫീഡർ കനാൽ, നാവിഗേഷൻ കനാൽ ആൻഡ് പവർ കനാൽ. ഇങ്ങനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ മെയിനായിട്ടുള്ള 3 എണ്ണമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, സച്ച് ആസ് ഇറിഗേഷൻ കനാൽ, കാരിയർ കനാൽ ആൻഡ് ഫീഡർ കനാൽ. ഓക്കെ, ഇറിഗേഷൻ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡിന് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും പർപ്പസസിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറിനെ സപ്ലൈ ചെയ്യുന്നു. വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടി, ക്യാരീസ് വാട്ടർ ടു അഗ്രികൾച്ചറൽ ഫീൽഡ്, അതാണ് ഇറിഗേഷൻ കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫീൽഡിലേക്ക് അഗ്രികൾച്ചറൽ പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന കനാലാണ് ഇറിഗേഷൻ കനാൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വരുന്നത് കാരിയർ കനാലാണ്. കാരിയർ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും പേരിൽ നിന്ന് തന്നെ അറിയാം, ക്യാരീസ് വാട്ടർ. ഓക്കെ, സോ അത് എന്ത് ചെയ്യുന്നു, ഇറിഗേഷൻ പർപ്പസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. കാരിയർ കനാൽ ഫീൽഡിലേക്ക് അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയിട്ടൊക്കെ വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതെന്ത് ചെയ്യുന്നു, വേറൊരു കനാലിന് വേണ്ടിയിട്ടുള്ള വാട്ടറിനെ ക്യാരി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് ഈ ഒരു കാരിയർ കനാൽ. അപ്പം വേറൊരു കനാലിലേക്കും കൂടി വാട്ടർ സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ വേറൊരു കനാലിലേക്കും കൂടി വാട്ടർ ക്യാരി ചെയ്യുന്ന ടൈപ്പാണ് ഈ ഒരു കാരിയർ കനാൽ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാൻ റീജിയനിൽ വരുന്ന വെസ്റ്റ് പഞ്ചാബിലെ അപ്പർ ചെനാബ് കനാൽ എന്ന് പറയുന്നത് ഈ ഒരു കാരിയർ കനാലിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ വരുന്നത് ഫീഡർ കനാലാണ്. ഫീഡർ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാരിയർ കനാലിൽ നിന്നും കുറച്ചും കൂടി ഡിഫറൻസ് ഉള്ളതാണ്. കാര്യം ഈ പറഞ്ഞ 2 കനാലും, ഇറിഗേഷൻ കനാലായാലും അതുപോലെ കാരിയർ കനാലായാലും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇറിഗേഷൻ പർപ്പസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഫീഡർ കനാലിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഇറിഗേഷൻ പർപ്പസ് വരുന്നില്ല. അതായത് ഒരു ഫീൽഡിലേക്കുള്ള അഗ്രികൾച്ചറൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വാട്ടർ സപ്ലൈ അവിടെ വരുന്നില്ല. അത് എന്ത് ചെയ്യുന്നു, വേറെ കനാൽസിലേക്കുള്ള വാട്ടർ സപ്ലൈ മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ. വേറെ കനാലിന് വാട്ടർ ഫീഡ് ചെയ്യുകയാണ്. 2 or more കനാൽസിന് വേണ്ടിയിട്ട് വാട്ടർ ഫീഡ് ചെയ്യുന്നതാണ് ഫീഡർ കനാൽ എന്ന് പറയുന്നത്. രാജസ്ഥാൻ ഫീഡർ കനാൽ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് കനാലിന് എക്സാമ്പിളാണ് ഫീഡർ കനാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഇനിയും ഈ ടൈപ്പിൽ വരുന്ന 2 എണ്ണം കൂടിയുണ്ട്, സച്ച് ആസ് നാവിഗേഷൻ കനാലും അതുപോലെ തന്നെ പവർ കനാലും. ഓക്കെ, നാവിഗേഷൻ കനാൽ ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് നാവിഗേഷൻ ഓൺലി. ആൻഡ് പവർ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇലക്ട്രിസിറ്റി പോലെയുള്ള പവർ പ്രൊഡക്ഷൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പവർ കനാൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫംഗ്ഷൻ ഓഫ് ദി കനാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ബൗണ്ടറി സർഫസ് ഓഫ് ദി കനാൽ. നമ്മുടെ കനാലിൻ്റെ ബൗണ്ടറി സർഫസ് ഏത് ടൈപ്പാണ്, ഏത് മെറ്റീരിയലാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, സച്ച് ആസ് അലൂവിയൽ കനാൽ, നോൺ അലൂവിയൽ കനാൽ ആൻഡ് റിജിഡ് ബൗണ്ടറി കനാൽസ്. ഓക്കെ, അലൂവിയൽ കനാൽ ആൻഡ് നോൺ അലൂവിയൽ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് സോയിൽ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അലൂവിയൽ ആൻഡ് നോൺ അലൂവിയൽ പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ അലൂവിയൽ സോയിൽസിലാണ് ഈ ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് അലൂവിയൽ കനാൽ. ഓക്കെ, അലൂവിയൽ സോയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും സിൽറ്റ് പോലെയുള്ളതാണ് അലൂവിയൽ സോയിൽസ് എന്ന് പറയുന്നത്. സോ അലൂവിയൽ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എക്സ്കവേറ്റഡ് ഇൻ അലൂവിയൽ സോയിൽസ് സച്ച് ആസ് സിൽറ്റ്. ആൻഡ് നോൺ അലൂവിയൽ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നോൺ അലൂവിയൽ സോയിൽസിലായിരിക്കും നമ്മൾ ആ ഒരു ടൈപ്പ് കനാൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു നോൺ അലൂവിയൽ കനാൽ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ആ ഒരു നോൺ അലൂവിയൽ സോയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വരുന്നത് ലോം, അതുപോലെ ക്ലേ, റോക്ക്, ഇതൊക്കെയാണ് നോൺ അലൂവിയൽ സോയിൽസിൽ വരുന്നത്. സോ ലോം, ക്ലേ, റോക്ക് അതുപോലെയുള്ള മെറ്റീരിയൽസിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കനാലിനെയാണ് നോൺ അലൂവിയൽ കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വരുന്നത് റിജിഡ് ബൗണ്ടറി കനാൽസ്.
സോ ഈ ഒരു അലൂവിയൽ നോൺ അലൂവിയൽ അതിൽ നിന്ന് നോക്കി ഡിഫറൻ്റ് ആയിട്ട് റിജിഡ് ആയിട്ടുള്ളൊരു ബേസും അതുപോലെ തന്നെ റിജിഡ് ആയിട്ടുള്ള സൈഡും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് റിജിഡ് ബൗണ്ടറി കനാൽസ് എന്ന് പറയുന്നത്. ആ ഒരു കനാലിൻ്റെ ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് റിജിഡ് മെറ്റീരിയൽസ് വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് റിജിഡ് ബൗണ്ടറി കനാൽസ് എന്ന് പറയുന്നത്. ലൈൻഡ് കനാൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ടൈപ്പ് ഓഫ് റിജിഡ് ബൗണ്ടറി കനാൽസിലാണ് വരുന്നത്. റിജിഡ് ആയിട്ടുള്ള ബേസും അതുപോലെ തന്നെ റിജിഡ് ആയിട്ടുള്ള സൈഡ് സ്ലോപ്പും ഒക്കെ തന്നെ അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷൻ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്നതാണ് അലൈൻമെൻറ്റ്. അപ്പോൾ ആ ഒരു അലൈൻമെൻറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെ നമുക്ക് കനാൽസിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി അലൈൻമെൻറ്റ്. അലൈൻമെൻറ്റ് വെച്ചിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. കോണ്ടൂർ കനാൽ, റിഡ്ജ് കനാൽ, അതുപോലെ തന്നെ സൈഡ് സ്ലോപ്പ് കനാൽ. ഓക്കെ, കോണ്ടൂർ കനാൽ, റിഡ്ജ് കനാൽ. റിഡ്ജ് കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ടർ ഷെഡ് കനാൽ. വാട്ടർ ഷെഡ് കനാൽ എന്നും ഈ റിഡ്ജ് കനാലിനെ പറയാറുണ്ട്. ആൻഡ് തേർഡ് വൺ ഈ സൈഡ് സ്ലോപ്പ് കനാൽ. സോ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. കോണ്ടൂർ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയ, അതല്ലെങ്കിൽ ആ ഒരു കൺട്രി. ഓക്കെ, ആ ഒരു കൺട്രിക്ക് ഒബ്വിയസ്ലി അവിടെ ഒരു കോണ്ടൂർസ് ഉണ്ടാവും. ആ ഒരു കൺട്രിക്ക് അവിടുത്തെ ഒരു ഷേപ്പ്, ആ ഒരു ഏരിയേൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിൻ്റെ ഒരു കോണ്ടൂർ ഉണ്ടാവും. ആ ഒരു കോണ്ടൂറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിന് പാരലായിട്ടായിരിക്കും നമ്മുടെ കനാലിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിന് ആ ഒരു കോണ്ടൂറിനെ ഒബേ ചെയ്യുന്ന രീതിക്കായിരിക്കും ആ കൺസ്ട്രക്ഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. സച്ച് കനാൽ ഈസ് നോൺ ആസ് കോണ്ടൂർ കനാൽ. ഓക്കെ, സോ കനാൽ അലൈൻ നിയർലി പാരലൽ ടു ദി കോണ്ടൂർസ് ഓഫ് ദി കൺട്രി ഈസ് നോൺ ആസ് കോണ്ടൂർ കനാൽ. ദെൻ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് വഴിയായിരിക്കും നമ്മളിതിലൊരു വാട്ടർ ഫ്ലോ നമ്മൾ അലോ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് വഴി വെള്ളം ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് സ്ലോപ്പ് ഈസ് പ്രൊവൈഡ്. സം സർഫസ് സ്ലോപ്പ് ഈസ് ഓൾസോ ഗിവൺ ഇൻ കേസ് ഓഫ് കോണ്ടൂർ കനാൽ. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയിട്ട് വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മെയിൻലി കനാൽസ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു കോണ്ടൂർ കനാലിൻ്റെ കേസിൽ നമ്മുടെ കൾട്ടിവബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് കനാലിൻ്റെ ഒരു സൈഡിൽ അലൈൻ ചെയ്യുന്ന രീതിക്കായിരിക്കും ഈ ഒരു കൺസ്ട്രക്ഷൻ വരുന്നത്. സോ ആ 3 പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കനാൽ അലൈൻഡ് നിയർലി പാരലൽ ടു ദി കോണ്ടൂർസ് ഓഫ് ദി കൺട്രി ആൻഡ് അതുപോലെ ഇറ്റ് ഇൻക്ലൂഡ് ഓൾ കൾട്ടിവബിൾ ഏരിയ ഓഫ് ദി വാലി ഓൺ വൺ സൈഡ് ഓഫ് ദി കനാൽ ആൻഡ് ടു എനേബിൾ ദി വാട്ടർ ടു ഫ്ലോ ബൈ ഗ്രാവിറ്റി സം സർഫസ് സ്ലോപ്പ് ഈസ് ഓൾസോ ഗിവൺ ഇൻ കേസ് ഓഫ് കോണ്ടൂർ കനാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റിഡ്ജ് കനാൽ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് കനാൽ. 2 പേരുണ്ട്, റിഡ്ജ് കനാലും വാട്ടർ ഷെഡ് കനാലും. ആൻഡ് അതിനെ വാട്ടർ ഷെഡ് കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം ഇറ്റ് ഈസ് അലൈൻഡ് അലോങ് എ വാട്ടർ ഷെഡ്. ഒരു വാട്ടർ ഷെഡിലായിരിക്കും നമ്മുടെ ഒരു റിഡ്ജ് കനാൽ അലൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടൂർ കനാലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മോർ എമൗണ്ട് ഓഫ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർ കൾട്ടിവേഷൻ അല്ലെങ്കിൽ മോർ എമൗണ്ട് ഓഫ് ഏരിയയെ കവർ ചെയ്യുന്ന രീതിക്കായിരിക്കും ഈ ഒരു കനാലിൻ്റെ അലൈൻമെൻറ്റ് വരുന്നത്. സോ ലാർജർ ഏരിയ ക്യാൻ ബി ബ്രോട്ട് അണ്ടർ കൾട്ടിവേഷൻ ബൈ ദി യൂസ് ഓഫ് റിഡ്ജ് കനാൽ ഓർ വാട്ടർ ഷെഡ് കനാൽ. ആൻഡ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്കൊന്നും തന്നെ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഒരു റിഡ്ജ് കനാലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. സോ ദാറ്റ് ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആ ഒരു കോസ്റ്റ് ആവശ്യം വരുന്നില്ല. സോ ഇതിൻ്റെ എൻ്റയർ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഓക്കെ, അതാണ് റിഡ്ജ് കനാലിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് കനാലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ കോണ്ടൂർ കനാൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഏരിയ അത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും കമ്പയറിങ് ടു കോണ്ടൂർ കനാൽ. കോസ്റ്റ് കുറവാനുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് അവിടെ യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദെൻ ദി തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് സൈഡ് സ്ലോപ്പ് കനാലാണ്. സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത് വാലീസിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ റിഡ്ജ് കനാൽ എന്ന് പറയുന്നത് വാട്ടർ ഷെഡ്സിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ സൈഡ് സ്ലോപ്പ് കനാൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് കൺസ്ട്രക്റ്റഡ് നെയ്തർ ഓൺ ദി വാട്ടർ ഷെഡ് നോർ ഇൻ ദി വാലി. ഈ രണ്ടിലും അല്ല നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. വാട്ടർ ഷെഡിലും കൺസ്ട്രക്ട് ചെയ്യാറില്ല, അതുപോലെ തന്നെ വാലീസിലും കൺസ്ട്രക്ട് ചെയ്യാറില്ല. അതാണ് സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടൂറിന് റൈറ്റ് ആംഗിൾസ് ആയിട്ടായിരിക്കും ഈ ഒരു സൈഡ് സ്ലോപ്പ് കനാൽ അലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് അലൈൻഡ് റഫ്ലി അറ്റ് റൈറ്റ് ആംഗിൾസ് ടു കോണ്ടൂർസ്. കോണ്ടൂറിന് റൈറ്റ് ആംഗിൾ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിക്കാണ് ഈ ഒരു സൈഡ് സ്ലോപ്പ് കനാൽ അലൈൻ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, കോണ്ടൂറിന് പെർപെൻഡിക്കുലറായിട്ട് അലൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുന്നത് നമ്മൾ ജനറലി അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ വളരെ മിനിമൈസ് ആണ് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്ക് പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഒരു സൈഡ് സ്ലോപ്പ് കനാലിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്യാറുള്ളൂ. മോസ്റ്റ് പ്രിഫറബിളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജസ് തരുന്നത് റിഡ്ജ് കനാലാണ്. അതുപോലെ തന്നെ കോണ്ടൂർ കനാലും നമ്മൾ മാക്സിമം ഏരിയാസിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സൈഡ് സ്ലോപ്പ്
കനാൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, വളരെ റെയറായിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. സോ ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി കനാൽ എന്ന് പറയുന്നത്. 5 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് സപ്ലൈ, പെർമനൻറ്റ് കനാലും ഇനണ്ടേഷൻ കനാലും, ദെൻ ഫിനാൻഷ്യൽ ഔട്ട്പുട്ട് വെച്ച് പ്രൊഡക്റ്റീവ് കനാൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് കനാൽ, ദെൻ ഫംഗ്ഷൻ വെച്ചിട്ട് ഇറിഗേഷൻ കനാൽ, കാരിയർ കനാൽ, ഫീഡർ കനാൽ, നാവിഗേഷൻ കനാൽ, പവർ കനാൽ, ദെൻ സർഫസ് ബൗണ്ടറി സർഫസ് വെച്ചിട്ട് അലൂവിയൽ കനാൽ, നോൺ അലൂവിയൽ കനാൽ, റിജിഡ് ബൗണ്ടറി കനാൽ, ആൻഡ് അലൈൻമെൻറ്റ് വെച്ചിട്ട് കോണ്ടൂർ കനാൽ, റിഡ്ജ് കനാൽ അല്ലെങ്കിൽ വാട്ടർഷെഡ് കനാൽ ആൻഡ് സൈഡ് സ്ലോപ്പ് കനാൽ. ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 പോർഷനും. സച്ച് ആസ് ദേ എക്സ്പ്ലെയിൻ ദി ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ദി കനാൽ. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ ദി ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷൻസ്. അതുപോലെ തന്നെ വാട്ട് ആർ ദി ജനറൽ കൺസിഡറേഷൻസ് ഫോർ കനാൽ അലൈൻമെൻറ്റ്, അതും 5 മാർക്കിന് ചോദിച്ചതാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 2 ടോപ്പിക്, വാട്ട് ആർ ദി ജനറൽ കൺസിഡറേഷൻസ് ഫോർ ദി കനാൽ അലൈൻമെൻറ്റ്, ഈ 2 ടോപ്പിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ബാക്കി ടോപ്പിക്സ് നമുക്ക് കമ്മിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.